ഹലോ, എല്ലാവർക്കും ഡി എസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇടിയപ്പം ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്ന റെസിപ്പിയിലോട്ട് പോകാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു അരക്കപ്പ് മുത്താറിയാണ് എടുത്തിട്ടുള്ളത്. അത് രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇത് നല്ലതുപോലെ കഴുകിയെടുത്ത് നമുക്ക് മിക്സിന്റെ ചെറിയ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയൊരു അരിപ്പയിലോട്ട് നമുക്കിത് ഒഴിച്ചിട്ട് നല്ലതുപോലെ അരിച്ചെടുക്കണം. ഇത് നല്ലതുപോലെ അരിച്ചെടുത്ത് അതിൻ്റെ തൊലിയെല്ലാം മാറ്റണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് 1 കപ്പ് പുഴുങ്ങലരി പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കാൻ പറ്റുന്ന പുഴുങ്ങലരി പൊടിയാണ്. അപ്പോൾ ഇത് പാകത്തിന് ഉപ്പിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അരിപ്പൊടിയും മുത്താറിയും എല്ലാം കൂടി നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി മാവ് നമുക്ക് പിഴിഞ്ഞെടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഇഡ്ഡലി പാത്രത്തിലോട്ട് നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് അതിലേക്കാണ് പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. അതിനുശേഷം കുറച്ചുകൂടി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ആവിയിൽ വേവിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ ഹെൽത്തിയായ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എടുക്കാം. നമ്മൾ പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം തണുത്തതിന് ശേഷം നമ്മൾ എടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. റാഗി കൊണ്ട് ഇതേപോലെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കി കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. എന്ന അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.